നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്പോൾ ഫിനാലേക്ക് അടക്കാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആരായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ വിന്നർ ആകാൻ പോകുന്നത്? ആ കപ്പ് ആരുടെ കയ്യിൽ ഇരിക്കും എന്നുള്ള കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ഇവിടെ ട്രെൻഡ് ആരും നോക്കാം. എങ്ങനെ ആയിരിക്കും, ആരായിരിക്കും വിജയിക്കാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ? നമ്മളുടെ പലതരത്തിലുള്ള പോളുകൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് യൂട്യൂബ് പോളുകളാണ്, ഇൻസ്റ്റാ പോളുകളുണ്ട്, പിന്നെ അൺഒഫീഷ്യൽ പോളുകളുണ്ട്. ഇൻസ്റ്റാ പേജ് പോളുകളിൽ വളരെ കുറച്ച് പോളുകളാണ് അതിനകത്ത് വീഴുന്നത്. വലിയ 5000, 6000 ആ രീതിയിലുള്ള പോളുകളെ വീഴുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ അൺഒഫീഷ്യൽ പോളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ അൺഒഫീഷ്യൽ പോളുകളെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതിന്റെ ഒരു വിശ്വാസ്യത വളരെ കുറവാണ്. കാരണം അതിനകത്ത് മൾട്ടിപ്പിൾ വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാരണവും, അതുമല്ല ഈ ആരാണോ ഈ അൺഒഫീഷ്യൽ പോൾ പിന്നീട് ഇടുന്നത് അവർക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു PR ടീം, ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് PR ടീം ഒന്ന് കുറച്ച് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് വോട്ടിങ്ങിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായി? അതിൽ തിരിമറി നടത്തി എന്റെ കക്ഷിയാണ് ഈ പറയുന്ന മുന്നിൽ നിൽക്കുന്നത് എന്ന് കാണിച്ച് പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് അൺഒഫീഷ്യൽ പോളുകളെ ഒരിക്കലും നമുക്ക് ഒരു വിശ്വാസ്യതയിൽ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതുണ്ട്. അപ്പൊ നമുക്ക് വിശ്വാസ്യതയിൽ എടുക്കാൻ പറ്റുന്ന ഒരേ ഒരു പോളേ ഉള്ളൂ, അത് യൂട്യൂബ് പോളുകളാണ്. യൂട്യൂബ് പോളുകൾ എന്തുകൊണ്ട് വിശ്വാസ്യതയിൽ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു ഐഡിയിൽ നിന്ന് ഒരു വോട്ട് മാത്രമേ അതിനകത്ത് ഇടാൻ പറ്റുമുള്ളൂ എന്നുള്ളൊരു സത്യവും, അതുമല്ല ഇതിനകത്തും മാനിപ്പുലേഷൻ നടക്കാൻ സാധിക്കില്ല. ഇതിനകത്ത് ഒരു തിരിമറി, ഒരു അട്ടിമറി നമ്മളെ കൊണ്ട് ആർക്കും സാധിക്കാൻ നടത്താൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അട്ടിമറി നടത്താൻ നമുക്ക് ആർക്കും സാധിക്കില്ല എന്നത് കൊണ്ടൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസ്യത നമുക്ക് ഈ പറയുന്ന യൂട്യൂബ് പോളുകളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ട്രെൻഡ് ആരാണ് എന്ന് നമ്മൾ നോക്കുന്നത് ഈ പറയുന്ന യൂട്യൂബ് പോളുകളാണ്. ഇനി ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ യൂട്യൂബ് പോളുകളിലും നോക്കുമ്പോഴും ഞാനിപ്പോ കാണുന്ന ഒരു 2 ദിവസം കൊണ്ട് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി കത്തിക്കയറി കുതിച്ചു പായുന്ന ഒരു സംഭവമാണ് കണ്ടത്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ പ്രൂഫ് അടക്കം ഞാൻ ഇവിടെ വെച്ച് തരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അൺഒഫീഷ്യൽ പോളുകൾ അവിടെ നിൽക്കില്ല. അല്ലെങ്കിൽ ചില സമയത്ത് അനീഷാർക്ക് മുന്നിൽ കുറച്ച് ചെയ്യുമ്പോൾ അനുമോളായിരിക്കും. അതുപോലെ അവിടെ വോട്ടിംഗ് ശതമാനം വളരെ കുറവാണ്. 30-35,000 പിന്നീട് വോട്ടിംഗ് അതിനകത്ത് വീഴുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഈ പറയുന്ന ഗ്രാൻഡ് ഫിനാലിൽ അന്ന് ഏതാണ്ട് 15 ലക്ഷത്തിന്മേൽ ഒരു മത്സരാർത്ഥിക്ക്, അതായത് ജയിക്കുന്ന മത്സരാർത്ഥിക്ക് 15 മുതൽ 20 ലക്ഷം വരെ വോട്ട് വീഴും എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ യൂട്യൂബ് പോളുകളായിട്ട് ഇവിടെ 1-2 ലക്ഷം മാത്രമേ വോട്ട് വീഴുന്നുള്ളൂ. ബാക്കിയുള്ള 10-18 ലക്ഷം പേരുണ്ട്. യൂട്യൂബ് പോളുകളൊന്നും ചെയ്യാതെ അല്ലാതെ പോയി വോട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ വോട്ട് വളരെ നിർണായകമായിരിക്കും എന്നുള്ളതാണ്. ഇനി യൂട്യൂബ് പോളുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് പോളുകൾ അങ്ങനെ എല്ലാവരും അങ്ങനെ വലുതായിട്ട്, അതായത് ബിഗ് ബോസിന്റെ റിവ്യൂ പറയുന്ന എല്ലാവരും അങ്ങനെ യൂട്യൂബ് പോളുകളൊന്നും അങ്ങനെ ഇടുന്നില്ല. ഇടുന്നാലും ചിലർക്കൊക്കെ വളരെ പോളിംഗ് ശതമാനം വളരെ കുറവായിരിക്കും. 5000, 10000 അല്ലെങ്കിൽ പോട്ടെ ഒരു 10-20,000 പേര് മാത്രമേ പോൾ ചെയ്യുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ പോൾ വീഴുന്ന അല്ലെങ്കിൽ നിരന്തരമായിട്ട് യൂട്യൂബ് പോളുകൾ ഇടുന്നവരുടെ പോളിംഗിന്റെ ട്രെൻഡിങ് ആണ് നമുക്കിവിടെ നോക്കുന്നത്. നമ്മൾ എപ്പോഴും യൂട്യൂബ് പോൾ ഇടുമ്പോഴും സമ്മർ മീഡിയയുടെ യൂട്യൂബ് പോൾ നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും കൂടുതൽ പോള് വീഴുന്നത് അവിടെയാണ്. ഇനി സമ്മർ മീഡിയയുടെ പോള് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അതായത് ഒരു ദിവസം മുമ്പ് സമ്മർ മീഡിയ ഇട്ട പോളിൽ ഏതാണ്ട് 1,60,000 പേര്, അതായത് 159K ആൾക്കാർ വോട്ട് ചെയ്തതിൽ അതിൽ 58% അത് ഒരു ദിവസം മുമ്പാണ് കേട്ടോ. 58% ഈ പറയുന്ന അനുമോൾക്കും അനീഷിന് വെറും 28% ചുരുങ്ങിയിട്ടുണ്ട്. ഈ പോൾ രണ്ടു ദിവസം മുമ്പ് നോക്കുകയാണെങ്കിൽ നേരെ തിരിച്ചായിരുന്നേനെ. മനസ്സിലായോ? അനീഷിനായിരുന്നു ആ സമ്മർ മീഡിയയുടെ പോളുകളിൽ ഉൾപ്പെടെ ഈ പറയുന്ന പിന്നീട് ശതമാനം, അതായത് വോട്ടിംഗ് പിന്നീട് പെർസെന്റേജ് കൂടുതലായിരുന്നത്. പക്ഷെ ഇപ്പോ 2 ദിവസം കൊണ്ട് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാ പോളുകളിലും അനുമോള് അനീഷിനെ കടത്തി വെട്ടിക്കൊണ്ട് മുന്നേറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് ഒരു ദിവസം മുമ്പാണ്. 3 മണിക്കൂർ മുമ്പ് പുള്ളി ഒരു വോട്ട് ഇട്ടിട്ടുണ്ട്. അതും ഒരു 60K ആയിട്ടുള്ളത് 3 മണിക്കൂർ മുമ്പാണ്. അവിടെയും ഈ പറയുന്ന വീണ്ടും ആ ഒരു കുതിപ്പ് കുറച്ചുകൂടി അധികമായിട്ട് വരുന്നുണ്ട്. അത് 63% വെറും 60Kയിൽ ഇട്ടപ്പോൾ തന്നെ അത് 63% ഈ പറയുന്ന അനുമോള് തന്റെ കുതിപ്പ് തുടരുന്നു എന്നുള്ളതാണ്. ഇതൊരു ട്രെൻഡാണ്. മനസ്സിലായോ? ഇതൊരു ട്രെൻഡാണ്. അതായത് ഇന്നലെ നടന്ന അല്ലെങ്കിൽ വൈൽഡ് കാർഡുകൾ കയറി വന്നതിന് ശേഷം നടന്ന സംഭവങ്ങളെല്ലാം ഈ പ്രേക്ഷകർക്ക് ഏതാണ്ട് നല്ലൊരു ശതമാനം ന്യൂട്രലായിട്ട് ചിന്തിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായി ആരാണ് ഇവിടെ കുറ്റം ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് കള്ളം പറയുന്നത് എന്നൊരു വ്യക്തത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലനമാണ് ഒരു പെൺകുട്ടിയെ അവിടെ നിരന്തരം ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ പെൺകുട്ടിയോട് തോന്നുന്ന സഹാനുഭൂതിയാണ് ഈ ഒരു വോട്ടിലേക്ക് ഇത്രയും രീതിയിൽ വോട്ട് മറിയാനുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഈ മലയാളി ട്രെൻഡ്സ് നിരന്തരം പിന്നീട് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് പോളിടുന്ന കക്ഷികളാണ്. അവിടെയും നമുക്കറിയാം എപ്പോഴും അനീഷും ഈ പറയുന്ന അനുമോളും തമ്മിലുള്ള വലിയൊരു ഫൈറ്റ് അവിടെ നടക്കും. ഏതാണ്ട് മിക്ക തവണയും അവിടെയൊക്കെ ഈ പറയുന്നതാണ് അനീഷ് തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത്. പക്ഷെ ഇപ്പോ
അവരിടുന്ന പോളുകളിൽ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് അനീഷിനെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് അനിമോൾ അവിടെ സ്കോർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. വെറും 1 അവർ മുമ്പ്, 1 മണിക്കൂർ മുമ്പ് ഇട്ട ബോളിൽ തന്നെ 56% ലീഡുണ്ട്. അനീഷിന് വെറും 32% ഉള്ളൂ. 22,000 പിന്നീട് പോളെ വീണ്ടും. പക്ഷെ ഇത് 1 മണിക്കൂർ കൊണ്ടുള്ളതാണ്. അപ്പൊ മണിക്കൂർ കൂടുന്തോറും ഇതൊരിക്കലും താഴെ പോകത്തില്ല. ഇത് അനിമോൾ തന്നെയാവും ലീഡാവുന്നത്. അവര് ഒരു 15 ദിവസം അല്ല, ഒരു 15 മണിക്കൂർ മുമ്പേ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നോക്കിയേ, അവിടെ 110 ഏതാണ്ട് 1,10,000 പേര് വോട്ടിട്ടപ്പോൾ അവിടെയും ഈ പറയുന്ന എന്താണ് 58% അനിമോൾക്ക് പിന്നീട് സപ്പോർട്ട് ഉണ്ട്. വെറും അനീഷിന്റെ സപ്പോർട്ട് 30%-ലേക്ക് കുറയുന്നു. നമ്മൾ എപ്പോഴും ഈ പോൾ ഇടുമ്പോൾ, എന്റെ പോൾ ഉൾപ്പെടെ ഇടുമ്പോൾ ഏറ്റവും കൂടിപ്പോയി ഒരു 5-6%, മാക്സിമം പോയി ഒരു 10% ഡിഫറൻസ് ചിലപ്പോൾ അനിമോൾ ഫ്രണ്ടിലായിരിക്കും, ചിലപ്പോൾ അനീഷ് താഴെയായിരിക്കും. അപ്പോൾ ഇവരേക്ക് ഒരു ഡിഫറൻസ് പിന്നീട് 5 തൊട്ട് 10% അത്ര ഡിഫറൻസ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇടുന്ന പോളുകളിൽ അനിമോൾ ഇപ്പം നിരന്തരം ഫ്രണ്ടിലാകുന്നു എന്ന് മാത്രമല്ല, പോളുകളുടെ പെർസെന്റേജ് വൈസ് ശതമാനക്കണക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൂടുതൽ 10-20% അല്ലെങ്കിൽ 20-ൽ കൂടുതൽ 10-30%-ലേക്ക് അധികം വോട്ട് അനീഷിനേക്കാളും അനിമോൾക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ അർത്ഥം ഇപ്പോൾ ട്രെൻഡ് എങ്ങോട്ടാണ് പോകുന്നത്? ഈ അനിമോളിലേക്കാണ് പോകുന്നത്. മെയിൻ സ്ട്രീം വൺ അവരും ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്. അവരുടെ പോളിലും നോക്കിക്കഴിഞ്ഞാൽ അനീഷിന് വെറും 26% മാത്രമേ ഉള്ളൂ. അവിടെ എത്ര 2 അവർ മുമ്പിട്ടതാണ്. അനിമോൾക്ക് 63%-ലേക്ക് അത് അനിമോളിന്റെ വോട്ട് മാറിയിട്ടുണ്ട്. അവര് ഒരു ദിവസം മുമ്പിട്ട പോൾ നോക്കിയാലും അവിടെയും ഏതാണ്ട് 28% മാത്രമേ അനീഷിന് പോൾ പിന്നീട് വോട്ട് വീണിട്ടുള്ളൂ. അവിടെയും 58%, ഏതാണ്ട് ഒരു 30% പോള് എന്താണ് കൂടുതൽ അധിക വോട്ട് അനീഷിനേക്കാളും ഒരു 30% അധിക വോട്ട് എല്ലാ പോളുകളിലും ഈ പറയുന്ന അനിമോൾക്ക് അനീഷിനേക്കാളും ഉണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഈ പറയുന്ന നമ്മുടെ അൻസിഫിന്റെ പോൾ ആയിക്കോട്ടെ, അവിടെയും കണ്ടു, അവിടെയും ഒരു 30% ഡിഫറൻസ് ഉണ്ട്. 31-ഉം 57-ഉമാണ്. ഒരു ഏതാണ്ട് ഒരു 30% ഡിഫറൻസ്. നമ്മുടെ ഒലിവ് ക്രിയേഷന്റെ പോൾ നോക്കിയാലും 25-ഉം 67-മാണ്. അവിടെ 30%-ൽ കൂടുതൽ പോളിന്റെ ഒരു ഡിഫറൻസ്. പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല. ഇതിന് ഒരാഴ്ച മുമ്പ് നമ്മൾ പോൾ എടുത്ത് നോക്കിയാൽ ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത്. പിന്നെ ചെറിയ ഗോൾഡൻ ഡയറീസിൽ അവിടെയൊക്കെ പോളിംഗ് അതൊക്കെ വളരെ വോട്ട് കുറവാണ്. 12K ആയിട്ടുള്ളൂ. എങ്കിലും വോട്ടിംഗ് ശതമാനം നോക്കി കഴിഞ്ഞാൽ അനീഷും ഈ പറയുന്ന അനിമോളും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 50%-ന് മുകളിൽ ഈ പറയുന്ന ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഡിഫറൻസ് അവിടെ കാണാൻ സാധിക്കുന്നു. ഞാനും പോളുകൾ നിരന്തരം ഇടുന്നതാണ്. എന്റെ പോളുകളിൽ ഒരാഴ്ച മുമ്പ് വരെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊക്കെ ആയിരുന്നു എന്റെ പോളുകൾ വരുന്നത്. പക്ഷെ ഇപ്പോ എന്റെ പോളുകൾ നോക്കിയാൽ നിരന്തരം അനിമോൾ തന്നെയാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടെ പോൾ ഇവിടെ കൊടുക്കാം, നിങ്ങൾ കണ്ടാൽ മതി. അപ്പൊ ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ട്രെൻഡ് കാണിക്കുന്നത് അനിമോൾക്കാണ് പ്രേക്ഷക പിന്തുണ. അനീഷിനേക്കാളും അത് 5%-ഓ 10%-ഓ ഒന്നുമല്ല, 30%-ത്തിലേക്ക് മുകളിലേക്ക് അനിമോൾക്ക് അനീഷിനേക്കാളും സപ്പോർട്ട് കൂടുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ ട്രെൻഡ് അനിമോളുടെ ഭാഗത്തേക്കാണ്. അനിമോളാണ് കപ്പടിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 90% വരെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഈ സമയത്ത്. അതുമല്ല, ഇനി അനിമോളെ ഇഷ്ടപ്പെടുന്നവർ ഇനിയിപ്പം ട്രെൻഡ് ഉണ്ടല്ലോ, ഇനിയിപ്പോ വോട്ടുണ്ടല്ലോ, ഞാൻ വോട്ട് ഇടണ്ട എന്ന് കരുതി നിൽക്കാതെ നിങ്ങൾക്ക് അനിമോൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ വോട്ട് ചെയ്യുകയും അതിനോടൊപ്പം ഒരു 3 പേര്, നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ വെളി തൊട്ടടുത്ത് ആരെങ്കിലും നമ്പർ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള കൊളീഗോ അല്ലെങ്കിൽ ഈ പറയുന്ന റിലേറ്റീവ്സോ ആരെങ്കിലും ഒരു ഫോൺ വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ഒരാൾക്ക് ഒരു വോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർ ഒരു 5 മിനിറ്റ് പ്രയത്നിച്ചു കഴിഞ്ഞാൽ ആ ഓരോ വോട്ട് മിനിമം ഒരു 3 വോട്ടിലേക്ക് മാറ്റാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ മത്സരാർത്ഥി ഇപ്പൊ അനീഷിന്റെ അവർ കണ്ടോണ്ടെങ്കിൽ അവരെടുത്തും നിങ്ങൾക്ക് നിങ്ങളുടെ മത്സരാർത്ഥികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു ചെറിയ ഇനി 3-4 ദിവസമേ ഉള്ളൂ, ഒരു ചെറിയ എഫേർട്ട് എടുക്കുക, അവർക്ക് വേണ്ടിയിട്ട് ഒരു 5 വോട്ട് കൂടുതൽ പിടിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെ വിജയത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ ഏട്ടം പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു കണക്കൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് കപ്പ് മിക്കവാറും ഈ പറയുന്നതിന് അനിമോൾ തന്നെ തൂക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ ഇവിടെ നമുക്ക് എടുക്കണം. ജയ് ഹിന്ദ്.